മിഡിൽ ഈസ്റ്റ് യുദ്ധം തിരിച്ചടിയാകുന്നു. യാത്രാ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ ഗൾഫ്. ദുബായിലേക്കുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. അതിനാൽ ഗൾഫിലെ ഇന്ത്യക്കാർക്ക് കുടുംബത്തോടൊപ്പം ഇക്കുറി പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കില്ല. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ വിശ്വാസികൾ ഇപ്പോൾ കുടുംബത്തോടൊപ്പം ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വർഷങ്ങളായി ഈദ് എന്നത് നിരവധി ഇന്ത്യൻ പ്രവാസികൾക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നാട്ടിലേക്കുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവധി ദിനങ്ങൾ തൊഴിലാളികൾക്ക് കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. എന്നിരുന്നാലും ഇത്തവണ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം ഈ പദ്ധതികളെയെല്ലാം തകിടം മറിച്ചു. വിമാന റദ്ദാക്കലുകളും കുത്തനെയുള്ള യാത്രാ നിരക്കുകളിലെ വർധനവും ഈ ആഘോഷ അവസരത്തിൽ ചെലവിന്റെ 10 മുതൽ 12 മടങ്ങ് വരെ ഉയർത്തിയതുകൊണ്ട് യാത്ര അസാധ്യമോ താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറി. മാത്രമല്ല, നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആശങ്കയും വർദ്ധിക്കുകയാണ്. സംഘർഷത്തെ തുടർന്നുള്ള യാത്രാ പ്രതിസന്ധിയിൽ നിന്ന് ഇതുവരെ ഗൾഫ് കരകയറിയില്ല എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. ദുബായിലേക്കുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അബുദാബി, ദോഹ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും ഈ മാസം 21 വരെയാണ് നിർത്തിയിരിക്കുന്നത്. ദുബായ്, ബഹ്റൈൻ, അമ്മാൻ, ടെല്ലവീവ് സർവീസുകൾ മെയ് 31 വരെ റദ്ദാക്കിയതായി ബ്രിട്ടീഷ് എയർവേസും അറിയിച്ചു. ദോഹ സർവീസുകൾ ഏപ്രിൽ 30 വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നീ വിമാനങ്ങൾ ദുബായിൽ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. ദോഹയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ 1600 ഇന്ത്യക്കാരെ നാട്ടിൽ എത്തിച്ചതായി ഖത്തർ എയർവേസ് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഫെബ്രുവരി 28-നും ഏപ്രിൽ 15-നും ഇടയിൽ എമിറേറ്റ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ആശ്വാസകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. റീബുക്ക്, റീഫണ്ട് അവസരമുണ്ടെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നിലവിലെ ടിക്കറ്റ് ഉപയോഗിച്ച് മെയ് 31 വരെയുള്ള ഏതാനും ദിവസവും യാത്ര പുനഃക്രമീകരിക്കാൻ സാധിക്കും. പണം തിരികെ ആവശ്യമുള്ളവർ ഓൺലൈനായി അപേക്ഷിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ തിരികെ പണം ലഭിക്കുമെന്നും കമ്പനി അറിയിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സ്ഥിതിഗതികളിൽ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാതെ ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാർ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.